നമ്മുടെ ബജറ്റ് നടക്കുകയായിരുന്നു. അപ്പോൾ ബജറ്റിൽ മുൻകാലങ്ങളിൽ ബജറ്റ് എല്ലാം ഇതിൽ എഴുതിയ പോലെയാണ് ഇന്ന് പറയുക. ഇത് എല്ലാ വർഷവും എഴുതിയ പോലെ ഇങ്ങനെ പറയുന്നതല്ലാതെ ഒന്നും നടക്കുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ അകത്ത് പ്രഖ്യാപനം നടത്തി ഇതിൽ എഴുതി ചേർത്ത കാര്യങ്ങൾ അത് കൃത്യമായി യഥാർത്ഥ രൂപത്തിൽ കൊണ്ടുവന്ന ഒരു ഫ്ലക്സുമായാണ് ഞാനിന്ന് കോർപ്പറേഷനിലേക്ക് വന്നത്. അത് നമ്മുടെ ഇത് യോഗം തുടങ്ങുന്നതിന് മുന്നേ ഈ ഫ്ലക്കാർഡുമായി പ്രതിഷേധത്തിലേക്ക് എത്തിയപ്പോഴാണ് ഇവിടെ വാക്കേറ്റവും അതുപോലെ തന്നെ ഞാൻ എഴുതി വന്ന ഫ്ലക്കാർഡ് വലിച്ചു കീറുന്ന ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ ഉണ്ടായത്. കാരണം മേയറെ മുന്നിൽ വെച്ച് മുൻ മേയർ ഞാൻ എഴുതിക്കൊണ്ടുവന്ന ഫ്ലക്കാർഡ് കീറിച്ചാടുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. കാരണം ഒരു അഴിമതി തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധികളിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. അതിന് പോലും സ്വാതന്ത്ര്യമില്ലാത്ത ഒരു രീതിയും സമീപനവുമാണ് ഇന്ന് കോർപ്പറേഷനകത്ത് കാണാൻ സാധിച്ചത്. കാരണം ഇത്രയധികം അഴിമതികൾ നടന്ന ഒരു കോർപ്പറേഷൻ, കാരണം നമുക്ക് തൊട്ടടുത്ത പയ്യാമ്പലം തന്നെ നോക്കാം. പയ്യാമ്പലത്ത് നമുക്ക് ഇത്ര കാലങ്ങളും അവിടെ താന്തോന്നിയ തരത്തിലായിരുന്നു നടന്നിരുന്നത്. പക്ഷേ ഒരു 2-3 മാസം അപ്പുറം ഇവിടെ ഒരു ഉദ്യോഗസ്ഥനെ വെച്ചുകൊണ്ട് നമ്മുടെ പയ്യാമ്പല ശ്മശാനം നടത്തുമ്പോഴാണ് ഇതിൻ്റെ ക്രമക്കേടിൻ്റെ ചിത്രം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം മുൻപൊക്കെ 10,000 20,000 ലാഭം ഉണ്ടാകുന്ന സ്ഥാനത്ത് ഇന്നൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ 2.5 ലക്ഷം രൂപയോളം ലാഭമായി വരുന്നൊരു സാഹചര്യമാണ് കാണുന്നത്. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് മുൻകാലങ്ങളിൽ ഇതിൻ്റെ അഴിമതി, അതുപോലെ തന്നെ ചേരയോ നമുക്ക് പരമമായ സത്യമാണ്. കാരണം ഓഡിറ്റ് റിപ്പോർട്ട് നിങ്ങളൊക്കെ കണ്ടതാണ്. ഈ സാഹചര്യങ്ങൾ ഉണ്ടായതും പല മേഖലകളിൽ ഇപ്പം നമുക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് ഓരോ ഇപ്പം നമുക്ക് കാർ പാർക്കിംഗ് ആകട്ടെ, ചേലോറയാകട്ടെ, ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ ബജറ്റിൻ്റെ അകത്ത് പണി നമ്മുടെ ബജറ്റിൽ എഴുതി പിടിപ്പിച്ചതാണ്. ഇതുപോലും നടക്കാത്ത സാഹചര്യത്തിലാണ് ഈ ഫ്ലക്കാർഡുമായി ഈ ഭരണസമിതിയുടെ ഇന്നത്തെ ബജറ്റിൻ്റെ അകത്ത് കൊണ്ടുവരാനുള്ള സാഹചര്യം. കാരണം ഈ എല്ലാ വർഷവും നമ്മൾ സമാധാനമായി ഇരുന്ന് പോകുന്ന ഒരു പതിവാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ നമുക്കറിയാം ഈ അഴിമതിയൊക്കെ നിലനിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പ്രതിഷേധം അറിയിക്കണ്ടേ? പരാതി കൊടുക്കുന്നുണ്ട്. സെക്രട്ടറിക്ക് മുൻ മേയർക്കെതിരെ പരാതി കൊടുക്കുകയാണ്. കാരണം അദ്ദേഹവും കൗൺസിലറാണ്, ഞാനും കൗൺസിലറുമാണ്. ഒരു ജനാധിപത്യ മര്യാദയെങ്കിലും അദ്ദേഹം കാണിക്കണമായിരുന്നു. കാരണം ഒരു പ്രതിഷേധം എന്നുള്ളത് ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. ആ പ്രതിഷേധത്തെ ഒരുപാട് ആളുകൾ ഉപയോഗിച്ചുകൊണ്ട്, കാരണം ഞാനൊരു കൗൺസിലറാണ് ഉള്ളത്, ഒരു കൗൺസിലറെ ഇത്രയധികം ആളുകൾ ബലം പ്രയോഗിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം നിങ്ങൾക്ക് ആലോചിക്കാൻ സാധിക്കും. പരിക്കെന്തെങ്കിലും ഉണ്ടോ? പരിക്കൊന്നുമില്ല, പക്ഷേ ഉന്തും തള്ളിലും ചെറിയ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം അതുപോലെ തന്നെ എല്ലാവരും കൂട്ടത്തോടു കൂടി വന്നിട്ടാണ് ഈ പ്രതിഷേധത്തെ തകർക്കാൻ ശ്രമിച്ചത്. കാരണം ഈ ഫ്ലക്കാർഡ് കാണിക്കുമ്പോൾ പോലും നമുക്കറിയാം മുൻ മേയറുടെ ഇതിൽ പോലും അഴിമതി ആരോപണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് അദ്ദേഹം സമരമെന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ പുറംതിരിഞ്ഞ് നിൽക്കുന്നു. അതുപോലെ തന്നെ സമരത്തെ അടിച്ചേൽപ്പിക്കുക, സമരം എന്ന് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് ഭയമാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മുടെ കോർപ്പറേഷനകത്ത് കണ്ടത്. അദ്ദേഹം ഈ ഫ്ലക്കാർഡ് വലിച്ച് കീറി ചാടുന്ന ഒരു സമീപനമാണ് അദ്ദേഹം എടുത്തത്. അത് കാരണം അതൊരു വെല്ലുവിളിയാണ്, നിയമത്തോടുള്ള ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹത്തെ പോലുള്ള ഒരാളുകൾ ഇത് ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. ഇവിടെ പറ്റില്ല, പുറത്ത് വേണം, പുറത്ത് വെക്കാം. ഇവിടെ നിൽക്കാൻ പറ്റില്ല, വരാന്തയിൽ നിൽക്കാൻ പറ്റില്ല, എല്ലാം അറസ്റ്റ് ചെയ്ത് നീക്കേണ്ടി വരും. ഇവിടെ നിൽക്കാൻ പറ്റില്ല സാർ, അതുപോലെ പ്രതിഷേധിക്കാം പുറത്തുനിന്ന്, ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യാം, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ സഹായിക്കും, എത്ര പറയാനുണ്ട്. ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യാം. ഏതേ അല്ല, അത് തുടങ്ങിക്കോട്ടെ, പക്ഷെ ഇവിടുന്ന് പ്രതിഷേധിക്കാൻ പറ്റില്ല. പ്രതിഷേധം നിങ്ങൾ പുറത്തുനിന്ന് ചെയ്യാം, അകത്ത് കയറിയിട്ട് അങ്ങനെ ചെയ്യാറില്ല. അകത്ത് കയറിയിട്ട് ഇങ്ങനെ ചെയ്യാറില്ല, അങ്ങനെ പറ്റില്ല. നിങ്ങൾ സഹായിക്കുന്നില്ലെങ്കിൽ നമ്മൾ പലവരെ പിടിച്ചു നിൽക്കും, ഉറപ്പാണ്. അങ്ങനെ ചെയ്യാം, ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. അത് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങനെ സമരം ഇങ്ങനെ പരിപാടിയില്ല, ചെയ്യുന്നില്ല, ഞാൻ ബലമായിട്ട് പിടിക്കും.
അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു. വേണം വേണം ആവശ്യം. ജയ് ജയ് ബി ജെ പി. ജയ് ജയ് ഭാരത് മാതാ. കണ്ണൂർ കോർപ്പറേഷനിൽ വരാൻ പോകുന്ന വർഷത്തേക്കുള്ള ബജറ്റ് ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ്. ബജറ്റ് അവതരണത്തെ BJP എതിർക്കുന്നില്ല. നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഭരണഘടനാ സംവിധാന പ്രകാരം ബജറ്റ് അവതരണം അത്യന്താപേക്ഷിതമാണ്. അങ്ങനെ അവതരിപ്പിക്കുന്ന ബജറ്റിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പദ്ധതികൾ ഈ വരുന്ന വർഷത്തേക്ക് പ്രാവർത്തികമാക്കേണ്ടത്. എന്നാൽ ഇവിടെ BJP നടത്തുന്ന പ്രതിഷേധത്തിന് നിദാനമായിട്ടുള്ളത് കഴിഞ്ഞ വർഷം അവതരിപ്പിച്ച ബജറ്റ്, ആ ബജറ്റിൽ പ്രഖ്യാപിച്ച പല കാര്യങ്ങളും ഈ ഒരു വർഷത്തിനിടയിൽ നടപ്പിലാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, ഇവിടെ വൻ അഴിമതികളാണ് കഴിഞ്ഞ ഏതാനും നാളുകളായി കണ്ണൂർ കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. വൈദ്യുത ശ്മശാന നിർമ്മാണത്തിന്റെ കാര്യങ്ങളിലായാലും ഉപയോഗിക്കുന്നതിലായാലും, പയ്യാമ്പല ശ്മശാനത്തിന്റെ കാര്യങ്ങളിലായാലും, ചേലോറയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിന്റെ വിഷയങ്ങളിലായാലും എല്ലാം തികഞ്ഞ അഴിമതിയാണ് നടക്കുന്നത്. കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് കണ്ണൂർ നഗരത്തിൽ 2 സ്ഥലമാണ് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിച്ചിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു. പക്ഷേ ഇത്രയും മാസങ്ങളായിട്ടും അത് പ്രവർത്തനക്ഷമമായിട്ടില്ല. കോടികളുടെ പുലിമൂട്ട് നിർമ്മാണത്തിന്റെ കാര്യത്തിൽ കോടികൾ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ള അമൃത് പദ്ധതിയിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ പല പദ്ധതികളിലും വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ഇവിടെ ഭരണം നടത്തുന്ന ആളുകൾ കോടികൾ കട്ടുമുടിച്ചിരിക്കുന്നു. UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനത്തിലെ മുൻ മേയറായാലും ഇപ്പോഴത്തെ മേയറായാലും വൻ അഴിമതിയാണ് നടത്തിയിട്ടുള്ളത്. ഈ അഴിമതിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് BJP സംഘടിപ്പിച്ചിട്ടുള്ളത്.